നമസ്കാരം. KK ടീമിലെ പ്രതിഭകൾ, അതിൽ ആദ്യത്തെ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുമതി ചേച്ചി. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രാരംഭ ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം തിരിതെളിച്ചുകൊണ്ട് നിർവഹിച്ചതും സുമതി ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. സുമതി ചേച്ചി, ഞാനിപ്പോൾ ഇന്ന് ഒരു സുഹൃത്തിനോട് ചോദിച്ചു KK ടീമിൽ സുമതി ടീച്ചറെ വീട്ടിലെ പോണേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സുമതി ടീച്ചർ എന്ന് വിളിക്കേണ്ട, അത് സുമതി ചേച്ചിക്ക് ഇഷ്ടമല്ല, സുമതി ചേച്ചി എന്ന് വിളിച്ചാൽ മതി. എന്താണ് അതിൻ്റെ കാരണം? അതിപ്പോൾ ഈ പറഞ്ഞതെന്ന് തന്നെ അത് മനസ്സിലാവും. കാരണം ഈ ടീച്ചറ്, സുമതി ടീച്ചർ ശരിയാണ്, ഞാൻ ടീച്ചറാണ്, അതൊരു ബഹുമാനാർത്ഥം വിളിക്കുന്നതാണ്. അതിൽ ബഹുമാനം കലർന്ന് ഔദ്യോഗിക തലത്തിലുള്ളൊരു വിളി പോലെ വരും. ആ സമയത്ത് സുമതി ചേച്ചി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടിയും നമ്മൾക്കൊരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം, ഒരു സ്നേഹം, മറ്റതിൽ സ്നേഹത്തിനെക്കാട്ടിലും കൂടുതൽ ബഹുമാനമാണ് ആ ടീച്ചർ എന്നുള്ള വിളിയിൽ. എനിക്ക് ആ സ്നേഹത്തിലാണ് താല്പര്യം. ടീച്ചറാണ്, ഓഫ് കോഴ്സ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്ന് വിളിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷേ ചേച്ചിയിലാണ് ഞാൻ സന്തുഷ്ട. ഞങ്ങളും സുമതി ചേച്ചി എന്ന് വിളിക്കാം. സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ അധ്യാപന രംഗത്ത്, സാഹിത്യ രംഗത്ത്, ജീവകാരുണ്യ രംഗത്തൊക്കെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് സുമതി ചേച്ചി എന്നുള്ളത് നിസ്തർക്കമാണ്. എങ്ങനെ ഇരുത്തുന്നു ഇത്? കഴിഞ്ഞ കാല ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു? KK ടീം കോളേജിൽ ഏത് വർഷമായിരുന്നു പഠിച്ചിരുന്നത്? ഞാനൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നത്തെ പോലെ +2 ഒന്നുമല്ല. ആ പ്രീ ഡിഗ്രി ഞാൻ 71-ലാണ്. 71 അക്കാലത്ത് ഈ ഒരു കോളേജിന് അത്ര നല്ല പേരുണ്ടായിരുന്നില്ല. സത്യത്തിൽ കുഞ്ഞുകുട്ട നമ്പുരാന് മഹാകവിക്ക് വലിയ പേരുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരുള്ള കലാലയത്തിന് അത്ര പേരുണ്ടായിരുന്നില്ലാണ് കേട്ടിട്ടുള്ളത്. പല കുടുംബങ്ങളിലും കുട്ടികളെ അവിടെ ചേർക്കാൻ മാതാപിതാക്കൾ മടിച്ചിരുന്നു. അങ്ങനെ വല്ല അനുഭവം ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് എൻ്റെ അച്ഛന് വളരെ നിർബന്ധമായിരുന്നു ഈ കോളേജിൽ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ സെൻറ്റ് ജോസഫിലും തൃശ്ശൂരൊക്കെ പോകുമ്പോൾ എനിക്ക് ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ മുറ്റത്തുള്ള ഈ കലാലയത്തിൽ എന്നെ പഠിച്ചാൽ നന്നാവുന്നവർക്ക് എവിടെ പോയാലും നന്നാവാം, മോശമാവുന്നവർക്ക് എവിടെ പോയാലും മോശം. അപ്പോൾ പഠിച്ചത്. അപ്പോൾ സോഷ്യലിസ ചിന്താഗതിയുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പിതാവിൻ്റെ മകളാണ് അല്ലേ? അപ്പോൾ കാരണന്മാർ പൂർവികരായിട്ട് പകർന്നു തന്ന അറിവും ആ സംസ്കാരവും ഒക്കെ ചേച്ചിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലേ? കുടുംബം എങ്ങനെയാണ്? ആ സപ്പോർട്ട് എൻ്റെ ഭർത്താവിൽ നിന്നായാലും എൻ്റെ മകനിൽ നിന്നായാലും അതൊക്കെ നല്ല സപ്പോർട്ട്. ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴേക്കും അവരത് ചെയ്തോളാൻ പറയുകയാണ് ചെയ്യാറ്. ആരായിരുന്നു ഈ പ്രിൻസിപ്പൾ? ആരായിരുന്നു അന്ന്? ശ്രീ GK മേനോനായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു. രാഷ്ട്രീയമൊക്കെ എങ്ങനെയാ? ഇല്ല, രാഷ്ട്രീയം അന്നും ഇല്ല, ഇന്നും ഇല്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, കോളേജിൽ ഇഷ്ടംപോലെ രാഷ്ട്രീയമൊക്കെ ഈ KSU SFI എന്നൊക്കെ പറഞ്ഞു പറയും. 64 കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓല ഷെഡ് ആയിരുന്നു അവിടെ ആദ്യത്തെ ഒരു സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടീച്ചർ വരുന്ന ആ സമയത്ത് മാറി. ഞാൻ വരുമ്പോൾ ഓല ഷെഡ് ഇല്ല, പക്ഷെ ഒരു ബ്ലോക്കേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ അന്ന് ഞങ്ങളുടെ ഇപ്പം ലൈബ്രറി ഒക്കെയാണ് തോന്നുന്നു. അന്ന് ഓഫീസാ ലൈബ്രറി റൂമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ക്ലാസ്, അതിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്. പിന്നെ നമ്മൾ വന്ന് കയറുമ്പോൾ ഒരു കുറച്ച് ഷീറ്റ് വിരിച്ച് അതായിരുന്നു ഞങ്ങളുടെ വെയിറ്റിംഗ് ഷെഡ്. അങ്ങനെയൊക്കെ. പിന്നെ ഈ ഊണെല്ലാം, അതൊക്കെ നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്ക്. കാരണം ഊണെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഇങ്ങനെ പൈപ്പൊന്നും ഇല്ല, ഇപ്പോഴല്ലേ പൈപ്പും കാര്യങ്ങളൊക്കെ വന്നേ. അപ്പോൾ ഇപ്പം നല്ലൊരു കുളമായിട്ടുണ്ട്. അത് കുളം എന്ന് പറയുമ്പോൾ നല്ലൊരു സ്വിമ്മിംഗ് പൂള് പോലത്തെ. അന്നൊക്കെ അന്നൊന്നും അത് സ്വപ്നം. ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോണം കുറേ പ്രാവശ്യം, കാല് വഴിക്ക് വീഴും, പാത്രങ്ങളൊക്കെ കഴുകി കയറും. അതൊക്കെ കുളത്തിലിറങ്ങി വേണം പാത്രം കഴുകാൻ, വേറെ വെള്ളത്തിന് വഴിയില്ല. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം അതൊക്കെ ഒരു നല്ല അനുഭവങ്ങളായിരുന്നു ഞങ്ങൾ കൂട്ടുകാർ കൂടി. പിന്നെ മുകളിലേക്ക് കയറി പോകുന്ന ഇപ്പോഴും ഉണ്ട് അത്, ആ മലയാളം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആ കുന്ന് കയറുന്നതും അതൊക്കെ കാല് വഴിക്ക് കീറുന്ന പറഞ്ഞ് താഴത്തേക്ക് വരും. അതൊക്കെ ഒരു രസം. പാവാടപ്രായം, എൻ്റെ പ്രീ ഡിഗ്രി ഞാൻ പാവാടപ്രായത്തിലാണ് കോളേജിലുണ്ടായിരുന്നു. അന്ന് കൂടെ പഠിച്ച സഹപാഠികളിൽ പലരും എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിലെല്ലാവരും, ഞങ്ങൾ അതിൽ 1-2 പേര് മരണപ്പെട്ടു. പക്ഷെ ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങൾ കൂട്ടിപ്പിടിച്ച് ഞങ്ങളൊരു ആദ്യമായിട്ടൊരു ഗെറ്റ് ടുഗദർ ഇവിടെ സീഷോറിൽ വെച്ച് ഞങ്ങൾ നടത്തി. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രൊഫസേഴ്സിനെയും ഞങ്ങൾ വരുത്തി, ഫാമിലി ഞങ്ങൾ വരുത്തി. അവിടെ നല്ലൊരു അനുഭവമായിരുന്നു. എത്രയോ 50 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരെ കണ്ടു. അന്ന് ഈ വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ബസ്സിൽ ഇവിടുന്ന് പോകണം. കയറുമ്പോൾ കണ്ടക്ടർമാർ ഇരുത്തില്ല നമ്മളെ, എന്നാലും ഞങ്ങളൊക്കെ അത് രസമാണ്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് നടക്കും.
അവിടെ നിന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ 30 പൈസയോ അങ്ങനെ എന്തോ ആയിരുന്നു. 30 ഇല്ല, അന്ന് 10 പൈസ, ബസ്സിന് 10 പൈസ. അപ്പോൾ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പാലം വന്നത് 70-കളിലല്ലേ? അതിന് മുന്നേ കടത്ത അല്ല ഞങ്ങളൊക്കെ പോകുമ്പോൾ പാലം ഉണ്ടല്ലേ? ഓക്കെ. കോളേജിന് മുന്നേ സ്കൂൾ ഏത് സ്കൂളാണ് പഠിച്ചിരുന്നത് ഇവിടെ? ഞാനിവിടെ കൊടുങ്ങല്ലൂർ തന്നെയുള്ള അല്ല ഗേൾസ് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ, ഇപ്പൊ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ. അന്ന് ഗേൾസ് സ്കൂൾ. അന്ന് ഞങ്ങള് ക്ലാസ് റൂം ഇങ്ങനെ അടച്ച് റൂമൊന്നല്ല, കുറെ ഒരു ഹോള് പോലെ അതിന്റെ ഇടയിൽ ഇങ്ങനെ തട്ടിക്കും, ഇപ്പുറത്ത് സംസാരിക്കുന്ന അപ്പുറത്ത് കേൾക്കാം, ഇവിടെ കേൾക്കാം. ബെഞ്ചും വരുന്ന ഞങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. അതൊക്കെ ഒരു ജീവിതം. ഡെസ്ക് ഒന്നും ഇല്ല ഞങ്ങൾക്ക്, വെറും ബെഞ്ചിൽ ഇരുന്നാണ് 4ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് മലയാളം. ഞാൻ സംസ്കൃതമായിരുന്നു. പിന്നെ കോളേജിൽ വന്നപ്പോൾ സംസ്കൃതം എടുത്തു ഞാൻ. പക്ഷേ വേറെ പെൺകുട്ടികൾ ആരും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് പിന്മാറി ഹിന്ദിയിലേക്ക് കിടന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച CP വിജയൻ സാർ. അന്നൊക്കെ ഞാനൊക്കെ 10ാം ക്ലാസ് വരെയും ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചാൽ കറക്റ്റ് പ്രൊനൗൺസിയേഷനൊന്നും നാടൻ മട്ടിലുള്ള പ്രൊനൗൺസിയേഷൻ അറിയില്ല, നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിട്ട്. KK ടീമിൽ വന്നതിന് ശേഷമാണ്, അതും CP വിജയൻ സാറ് പഠിപ്പിച്ചതിന് ശേഷമാണ് ഓരോ വാക്കുകൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും. അത് ഇന്നും എൻ്റെ കൺമുമ്പിൽ ഈ സിനിമ കണ്ടു മായണ പോലെ സാറ് ആ ക്ലാസ് എടുക്കുന്നതും ആ പ്രൊനൗൺസിയേഷൻ പഠിച്ചതും ഇപ്പോഴും എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. അത് എന്നെ എൻ്റെ ഭാവിയിൽ പിൽക്കാലത്ത് എന്നെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. കാരണം എനിക്ക് ആ സാറ് തന്ന മൂല്യം എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ആ മൂല്യം പറഞ്ഞു കൊടുക്കാൻ പറ്റി. പിന്നെ അന്ന് മിക്സഡ് കോളേജാണ്. അപ്പോൾ എൻ്റെ ഫാദർ നല്ല ധൈര്യമായിട്ട് തന്നെ പറയും, അങ്ങനെ ആൺകുട്ടികളോട് സംസാരിക്കണമെന്നൊന്നും വിരോധമില്ല, സംസാരിക്കും. പക്ഷേ എവറിത്തിങ് ഷുഡ് ഹാവ് എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വേണം. അപ്പോൾ ആ ഒരു ധൈര്യമൊക്കെ ആൺകുട്ടികളോട് സംസാരിക്കാനോ മുതിർന്നവരോട് സംസാരിക്കാൻ ബഹുമാനത്തോടു കൂടി പെരുമാറണം. ഈ പ്രായത്തിലും ഞാൻ ഇപ്പോഴും എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇരുന്നിടത്ത് എണീറ്റ് പോകും. അത് നമുക്ക് കിട്ടിയൊരു സംസ്കാരം, അത്രയേ ഉള്ളൂ. പുസ്തകങ്ങൾ പല തരത്തിലുണ്ടല്ലോ. ഇപ്പം ചെറുകഥയുണ്ട്, നോവലുണ്ട്, ജീവചരിത്രങ്ങളുണ്ട്. ഏതിനോടാണ് ആത്മഹത്യ? ഞാൻ അധികപക്ഷവും ഞാൻ നോവലുകളാണ് വായിച്ചത്. അന്നത്തെ കാലത്ത് അറിയില്ല, ഇതൊക്കെ വായിക്കാൻ അറിയുള്ളൂ. അപ്പം അതിൽ എനിക്ക് ഭാഷാ പരിജ്ഞാനം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വായനയിലൂടെ. അല്ലാണ്ട് 4ാം ക്ലാസ് വരെയും പഠിച്ച. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ സ്പെല്ലിങ്, മലയാളം സ്പെല്ലിംഗ് ഒക്കെ ഒരു തെറ്റ് പോലും ഞാൻ വരുത്തില്ല. ഇപ്പം തെറ്റ് വരുത്തുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ മൊബൈലിലെ മലയാളം ആപ്പുകളിന് തെറ്റ് വരുത്തുന്നു. കൃതികളെ കുറിച്ചൊന്ന് പരാമർശിക്കാം. ഞാൻ 2017 റിട്ടേൺ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ. അതിനുശേഷമാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അപ്പോൾ എഴുതി തുടങ്ങിയത് കവിതകളാണ് ആദ്യം എഴുതി തുടങ്ങിയത്. കാരണം മനസ്സ് നിറച്ച് എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുത്തി കുറിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആൾ പറഞ്ഞാൽ ഒരു പോയട്രിയുടെയൊക്കെ ലുക്ക് ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ എഴുതി ഞാൻ 4 മലയാളം കവിതാ ബുക്കുകൾ പ്രസിദ്ധീകരിച്ചു. അത് മലയാളം മാത്രമല്ല ഇംഗ്ലീഷും. അതിൽ പകുതി മലയാളവും പകുതി ഇംഗ്ലീഷുമായിട്ടുള്ള പേജസിനെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇംഗ്ലീഷിലും ഞാൻ എഴുതാറുണ്ട്. ചെറിയ ചെറിയ കവിതകളൊക്കെയാണ് എഴുതുന്നത്. ഒരു 10 വരി 12 വരിയൊക്കെ ഉള്ളത്. ഇനിയുള്ള ലക്ഷ്യം എന്താണ് ഈ സാഹിത്യരംഗത്ത്? സാഹിത്യരംഗത്ത് ഇനി എഴുതണം എന്നാണ് എനിക്കിപ്പോൾ ജ്വരം നിൽക്കുന്നത്. യാത്രകൾ എനിക്ക് മനസ്സിലാഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ട്. കാരണം ഞാനൊക്കെ ലൈഫിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ എത്ര കാലം ആരോഗ്യത്തോടെ ഇരിക്കുന്ന അറിയില്ല. ഇപ്പോഴും ആരോഗ്യം വലിയ ഗുണമൊന്നുമില്ല. ഒരു യാത്രയ്ക്ക് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മനസ്സിൽ ആത്മസംതൃപ്തി പറഞ്ഞാൽ. പിന്നെ ഞാൻ ഒരു യാത്രയ്ക്ക് പോയാൽ ആ നാട്ടിൽ ഏത് നാട്ടിലാണ് പോകണമെന്ന് വെച്ചാൽ അവിടെ എല്ലാ അഡ്വഞ്ചർ സംസ്കാരങ്ങളും ഉൾക്കൊള്ളും. അവിടെ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല അവിടെ. ഇനി ഇവരൊക്കെ പിടിച്ചു നിർത്തും പോവല്ലേ എന്ന് പറഞ്ഞു. ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ വർഷം ഞങ്ങൾ കാശ്മീർ പോയിരുന്നു. അവിടെ സ്നോവിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ പണ്ടത്തെ ഒരു 15 വയസ്സുകാരി ചെയ്യുമ്പോൾ സ്നോയിൽ കയറി അവിടെ സ്ലെഡ്ജിൽ കയറുന്നു പോകുന്നു ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൈക്ക് ഓടിച്ചു പോകണു എല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്, സുമതി എങ്ങനെ ഇത് ചെയ്തു? ഞാൻ പറഞ്ഞു അതാണ് മനസ്സ്. നമുക്കൊരു മനസ്സ് വേണം. ആരോഗ്യം എൻ്റെ കയ്യിലില്ല എന്ന് എനിക്കറിയാം. ഇപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഞങ്ങൾ അന്ന് എൻ്റെ കാലിൻ്റെ മുട്ട് തീരെ വയ്യാണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ജപ്പാനിൽ പോയിട്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല 222 സ്റ്റെപ്പ് ഒറ്റയടിക്ക് കയറേണ്ടി വന്നു എനിക്ക്. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് എത്തില്ല. അങ്ങനെയൊക്കെ കയറി വന്ന് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത് കാലിൻ്റെ മുട്ട്. ഈ സംസാരത്തിലൊക്കെ വളരെയേറെ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളാണ് സുമതി ചേച്ചിയുടേത്. ഇത് ഞങ്ങളുടെ ഈ KK ടീമിലെ മറ്റു പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പാഠമാകണം. സുമതി ചേച്ചി ഈ വയസ്സിലും പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. റിട്ടയർമെൻറ്റ് ഏത് ഇതിലായിരുന്നു? കൊല്ലം.
അത് വയസ്സ് 60 വയസ്സിലായിരുന്നു. എന്തിലായിരുന്നു ജോലി ചെയ്യുന്നത്? ഞാൻ ഡൽഹിയിലായിരുന്നു 10-20 വർഷമായിട്ട്. ഡൽഹിയിലായിരുന്നു. അതിനുള്ളിൽ 4 വർഷം ഞങ്ങൾ ചൈനയിൽ പോയി. ഞാൻ ഡൽഹിയിൽ തുടക്കത്തിൽ തൊട്ടേ ഒരു 78 മുതൽ ഞാൻ 77 കല്യാണം കഴിഞ്ഞു. 78 മുതൽ ഞാൻ ആസാമിലായിരുന്നു. ഒറീസ, ആസാം ഹസ്ബൻഡിൻ്റെ ജോലിയായിട്ട് അങ്ങനെ ആസാമിലാണ് ഞാൻ ജോലി ചെയ്തു തുടങ്ങിയത്, ഡോൺ ബോസ്കോയിൽ. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഡൽഹിക്ക് വന്നു. ഞാനിവിടെ പ്രസവത്തിന് വന്ന് തിരിച്ചു പോയി ഡൽഹിക്ക് പോയി. അപ്പോൾ തൊട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് ഒരേ സ്കൂളിൽ പൊസിഷൻസ് ടീച്ചറായിരുന്നു ആദ്യം ഒരു കൊല്ലം, പിന്നെ കോർഡിനേറ്ററായിട്ട് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരു 1988 ഞങ്ങൾ ചൈനയ്ക്ക് പോയി. ഹസ്ബൻഡിൻ്റെ പോസ്റ്റിംഗ് അവിടെ കിട്ടിയിട്ട് ബെയ്ജിങ്ങിലെ ക്യാപിറ്റൽ. അവിടെ ഇന്ത്യൻ എംബസി സ്കൂളിൽ ചെന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ഒരാളെ അവിടെ B.Ed ആളുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 4 വർഷം അവിടെ തുടർന്ന് ചൈനയിൽ ബെയ്ജിങ്ങിലുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസി സ്കൂളിൽ തന്നെ വർക്ക് ചെയ്തു. മടങ്ങി വന്ന് പഴയ സ്കൂളിൽ ഞാൻ ലീവ് എടുത്തിട്ടാണ് പോയിരുന്നത്. അവിടെ ജോയിൻ ചെയ്തു. 98 ഞാനിവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങല്ലൂർ എല്ലാവർക്കും അറിയുന്ന ഒരു സ്കൂളാണ്. അവിടെ ഞാനൊരു 3 കൊല്ലത്തോളം അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ MG യൂണിവേഴ്സിറ്റിയുടെ എറണാകുളത്ത് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. MG യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഓഫ് ക്യാമ്പസ് സെൻറ്ററിൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഞാനങ്ങനെ അഡ്മിനിസ്ട്രേഷനും അതിൽ കൂടെ പഠിച്ചു. അതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസാണ്. അതെല്ലാം എനിക്ക് അതൊക്കെ ആഡഡ് പോയിൻറ്റ്സാണ്. സുമതി ചേച്ചി എത്ര ഭാഷ കൈകാര്യം ചെയ്യും? അത്ര അധികമൊന്നും ഇല്ലെങ്കിലും ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം സുഖമായിട്ട് കേട്ടാൽ മനസ്സിലാവുന്ന തമിഴ്, പിന്നെ തിരുമുറി തമിഴ് സംസാരിക്കാൻ അറിയാം. പിന്നെ ചൈനീസ് ലോക്കൽ ലാംഗ്വേജ്, അതായത് മാർക്കറ്റിൽ പോയാൽ സംസാരിക്കാവുന്ന വില എന്താ ഈ ബാർഗെയിനിങ് അത് അസലായിട്ട് അറിയാം. ബാർഗെയിനിങ് അസലായിട്ട് അറിയാം. എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ട്? രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു. ചൈനയിൽ പോയിരുന്നു, പിന്നെ അതിനടുത്ത് ഹോങ്കോങ്, ബാങ്കോക്ക്, സിംഗപ്പൂർ, മലേഷ്യ. ഇത് 1990 പോയതാണ് ഇത്രയും സ്ഥലങ്ങൾ. പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ യൂറോപ്പ് കവർ ചെയ്തു. പിന്നെ ജപ്പാൻ, അതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലിയാണ്. അസർബൈജാൻ, ടർക്കി, ഗ്രീസ്, ബാലി, ഇന്തോനേഷ്യ, ബാലി. അങ്ങനെ എനിക്കിപ്പോൾ അങ്ങോട്ട് ഓർമ്മ വരില്ല. അത്രയധികം രാജ്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. യാത്രാ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ 2 ബുക്ക് പബ്ലിഷ് ചെയ്തു. ഒരു പാർട്ട് 1ഉം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പുസ്തകം? പാർട്ട് 1 ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടിയാണ്. അതായത് മലയാളത്തിലും പിന്നെ കുറച്ച് ഇംഗ്ലീഷ്. ഇപ്പോൾ അതിൻ്റെ കാണാക്കാഴ്ചകൾ തേടി ദേശാന്തരങ്ങളിലൂടെ, അത് 2020 കൊറോണ ടൈമിലാണ് അത് റിലീസ് ചെയ്തത്. അങ്ങനെ ഒരു 2-3 കൊല്ലം ഫിലിപ്പൈൻസൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. മനില, ഫിലിപ്പൈൻസ്, അതെല്ലാം എൻ്റെ കവർ ചെയ്ത ഗ്രീസ് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പറയാൻ ഓർമ്മയില്ല. അപ്പോൾ അത്രയ്ക്കധികം രാജ്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ത്യയിൽ ഒരുവിധം എല്ലാം എന്ന് പറഞ്ഞ പോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഴുതിയ ബുക്ക് സഞ്ചാര സൗഭാഗ്യങ്ങളിലൂടെ എന്നുള്ള ബുക്കാണ്. സഞ്ചാര സൗഭാഗ്യങ്ങൾ അത് 20-ന് ശേഷം ഞാൻ പോയ സ്ഥലങ്ങളാണ്. തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വന്നതിന് ശേഷം പ്രത്യേകിച്ച് നാട്ടിൽ കൊടുങ്ങല്ലൂർ ഇവിടെ ചുറ്റുവട്ടത്ത് പല വിദ്യാലയങ്ങളിലും അധ്യാപികയായിട്ട് പോയിട്ടുണ്ടല്ലോ. അത് ഏതൊക്കെ വിദ്യാലയങ്ങളാണെന്നോ? ഞാൻ 98 സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞില്ല. ഭാരതീയ വിദ്യാഭവനിൽ 3 വർഷം, കൊടുങ്ങല്ലൂർ ഭാരതീയ 3 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സെൻറ്ററിൽ ഒരു 2.5-3 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കരൂപ്പടനായിലെ JNJ ഇംഗ്ലീഷ് മീഡിയം എന്നൊരു CBSE സ്കൂളിൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെയുള്ള അന്നട്ടോ അവിടെ ഞാൻ പ്രിൻസിപ്പലായിട്ട് 12 വർഷം അവിടെ വെച്ചിട്ട് അവിടുന്നാണ് ഞാൻ 2017 റിട്ടയർ ചെയ്തത്. അപ്പോൾ അവിടെ അങ്ങനെ പല അവാർഡുകളും അങ്ങനെ കിട്ടും. അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ സ്വസ്ഥം ഗൃഹഭരണമായിരുന്നു. അപ്പോൾ ചന്തപ്പര അടുത്തൊരു ശാന്തിനികേതൻ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, എഗെയിൻ CBSE സ്കൂളാണ്. അവിടെ ഡയറക്ടറായിട്ട് ഇതുപോലെ 3 കൊല്ലം ഇരുന്നു. പിന്നെയാണ് ഭവൻസിന്ന് അവിടുന്ന് എനിക്ക് വിളി വന്നത്, സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഒരു 2.5 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്നത് എനിക്ക് എൻ്റെ യാത്രകളൊക്കെ തുടരണം. അപ്പോൾ ഇങ്ങനത്തെ ഔദ്യോഗിക ജീവിതം എനിക്കൊരു കുടുക്ക് പോലെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ഇനി യാത്രകൾ ആരോഗ്യം പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് എനിക്ക് ഇനിയും സ്ഥലങ്ങൾ കാണണം. അതിന് സപ്പോർട്ട് എനിക്ക് ഹസ്ബൻഡ് ഇതുവരെയൊക്കെ തന്നിട്ടുണ്ട്, ഇനിയും തരുന്നു വിശ്വസിക്കുന്നു. കോളേജ് ഒരു തുറന്നു ചോദിക്കട്ടെ, കോളേജ് കാലത്ത് ടൈമിൽ പഠിക്കുമ്പോൾ പ്രണയം ഉണ്ടായിരുന്നു? അയ്യോ, പ്രണയത്തിനൊന്നും സമയമില്ല. നമുക്ക് അച്ഛൻ്റെ നിന്ന് കിട്ടിയ ആ ഒരു ഇത് എല്ലാവരുമായിട്ട് സംസാരിക്കും, ആൺകുട്ടികളായിട്ട് സംസാരിക്കും. അതിനൊന്നും ഒരു മറയൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ നാട് തൃശ്ശൂർ പാലയ്ക്കുന്ന് പടിഞ്ഞാട്ട് പോകണം, വെങ്ങിനിശ്ശേരി എന്ന് പറയും. KK അലുമിനി എന്നൊരു സംഘടന അസോസിയേഷൻ, ആ സംഘടനയുടെ നിലപാടുകളും പ്രവർത്തന രീതികളും എങ്ങനെ വിലയിരുത്തുന്നു? അലൂമിനി അസോസിയേഷൻ വളരെയധികം ഊർജ്ജസ്വലരാവണം.
ആവണം, ഇനിയും പോരാ, ഇനിയും ആവണം. അതായത് കോളേജിലേക്കും കോളേജിൻ്റെ കുട്ടികൾക്കും കോളേജിനും വേണ്ടി ഗുണകരമായ പ്രവർത്തനങ്ങൾ നടന്നാലേ ആവുള്ളൂ. പഴയ വിദ്യാഭ്യാസ കാലഘട്ടമല്ല ഇന്ന്. കാലാനുസൃതമായ മാറ്റം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇന്ന് ഓരോ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ചുറ്റുവട്ടത്തായിട്ട് കഴുകനെ പോലെ ലഹരി മാഫിയ വട്ടത്ത് പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല കുട്ടികളും അതിൽ വീഴുന്നുണ്ട്, ജീവിതം നശിപ്പിക്കുന്നുണ്ട്. ടീച്ചർ അനുഭവങ്ങളും അവരോട് പറയാൻ എന്താ ഉള്ളത്? ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഏറ്റവും അധികം വേദന തോന്നിപ്പിച്ച ചില നിമിഷങ്ങളാണ് ഇപ്പോൾ ടി വി തുറന്നാലും പത്രം വായിച്ചാലും ഒക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ. ഇപ്പം ഞങ്ങളെപ്പോലത്തെ പഴയകാല അധ്യാപകർക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ബഹുമാനം, ടീച്ചേഴ്സിനോടുള്ളൊരു ബഹുമാനം, ടീച്ചേഴ്സ് കുട്ടികളെ ചീത്ത വഴക്ക് പറഞ്ഞാൽ പാരൻസ് ഓടി വരുന്നു. അപ്പോൾ ആ ബഹുമാനവും ആ കൺട്രോളില്ലായ്മയൊക്കെ വന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മോശം വശമാണ് ഇപ്പോൾ ഈ കാണുന്ന ഡ്രഗ്സിലേക്കൊക്കെ കുട്ടികൾ. പണ്ടെന്ന് വെച്ചാൽ കുട്ടികളും ടീച്ചറും ഞങ്ങളൊക്കെ കുട്ടികളായിട്ട് വളരെയധികം അടുപ്പം. ഞാൻ ബേസിക്കലി പറയും, ഞാൻ ഇത്തിരി സ്ട്രിക്റ്റ് ടീച്ചറായിരുന്നു. പക്ഷേ വളരെ ഒരു അനുഭവങ്ങൾ കുട്ടികൾക്ക് വന്ന് നമ്മളോട് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ അച്ഛനമ്മമാരോട് പറയില്ലായിരിക്കാം, പക്ഷെ പെൺകുട്ടികളൊക്കെ നമ്മളോട് വന്ന ഓരോ കാര്യങ്ങൾ പറയും. എന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ടീച്ചർ കുട്ടികൾ ഉണ്ട് കേട്ടോ. ചില ടീച്ചേഴ്സും കുട്ടികളൊക്കെ നല്ല ബന്ധമുണ്ട്. പക്ഷെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു മാനസിക അടുപ്പമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം, അത് ഒരു പരിധിവരെ രക്ഷകർത്താക്കളെയും നമുക്ക് ബ്ലെയിം ചെയ്യാം. എല്ലാവരും എല്ലാം അടച്ചാക്ഷേപിക്കുകയല്ല, അതിൽ നമുക്ക് ഒരു പരിധിവരെ രക്ഷകർത്താക്കളെ നമ്മൾ കുറ്റപ്പെടുത്തണം. കാരണം അവർ സ്വയം ഇതിലേക്ക് ലയിച്ചു പോയി. ഇപ്പോൾ ടി വിയിൽ സീരിയൽ, അച്ഛനും അമ്മയൊക്കെ വൈകുന്നേരം കഴിഞ്ഞ് കൊച്ചുകുട്ടികൾക്ക് ഒരു മൊബൈലും കൊടുത്ത് അവിടെ ഇരുത്തി ഇവർ ഈ സീരിയൽ കാണണം. അമ്മമാർ ബേസിക്കലി കുട്ടികളെ ശ്രദ്ധിക്കാണ്ടേ. കുട്ടികൾ മൊബൈൽ കൊണ്ട് മുകളിലത്തെ മുറിയിലിരുന്ന് അവരെന്താ ചെയ്യണേ, ലാപ്ടോപ്പ് പറയുമ്പോഴേക്കും മേടിച്ചു കൊടുക്കും. അതിപ്പോഴത്തെ കാലഘട്ടത്തിൽ പഠിപ്പിന് ആവശ്യമുള്ള കാര്യം. എന്താ കുട്ടികൾ ചെയ്യണേ എന്നുള്ളത് നമ്മൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. ഇത്രയും നേരം സുമതി ചേച്ചി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, ടീച്ചറുടെ ഒരു പ്രിയപ്പെട്ട ആളാണ്, ഹസ്ബൻഡാണ്. ടീച്ചർ പറയട്ടെ അദ്ദേഹത്തെക്കുറിച്ച്. ഇദ്ദേഹം മിസ്റ്റർ അച്യുതൻ എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ 1977 കല്യാണം കഴിച്ചതാണ്. പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച എല്ലാ ദിക്കിലേക്കുണ്ട്. എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ, യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, ഭ്രമം, ഹാരം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അദ്ദേഹമാണ് എന്നെ എല്ലാ ദിക്കിലേക്കും ഇതുവരെയുമൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്തിരുന്നത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ഡൽഹിയിൽ. അണ്ടർ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു ആള്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഞങ്ങൾ സ്വസ്ഥം. എനിക്കൊരു മകനാണുള്ളത്. അവൻ ഫിലിപ്പൈൻസിൽ മനിലയിലാണ്. അവൻ്റെ പേര് ആനന്ദ് എന്നാണ്. വരും, ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങളിവിടെ രണ്ടുപേരും തനിച്ച്. പുള്ളിക്കാരൻ കുറച്ച് ഗാർഡനിങ്ങും അങ്ങനെയൊക്കെ ചെയ്യും. അത്യാവശ്യം സിനിമയ്ക്കൊക്കെ പോകും ഞങ്ങൾ രണ്ടുപേരും കൂടിയും. അങ്ങനെ രണ്ടുപേരും കൂടിയും ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹണിമൂണിൽ, വയസ്സായ ഹണിമൂൺ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും നേരം KKTMൻ്റെ പ്രതിഭകൾ എന്ന ഒരു വലിയ പ്രോഗ്രാമിലേക്ക് വേണ്ടി ഒരുപാട് തിരക്കുണ്ടായിട്ട് പോലും ശ്രീ സുമതി ചേച്ചി, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡായ അച്യുതൻ സാറ് നമ്മളോട് സഹകരിക്കാനും മനസ്സ് തുറക്കാനൊക്കെ കാണിച്ചതിന് ഞങ്ങൾ അലുമിനി അസോസിയേഷൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും, ക്യാമറാമാനായ സുർജിത്തിൻ്റെ പേരിലും നന്ദൻ്റെ പേരിലൊക്കെ നന്ദി പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ലാസ്റ്റ് എന്താണ് ടീച്ചർക്ക് ഒരു സന്ദേശം പറയാനുള്ളത്? എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ എല്ലാവരോടും. നമ്മൾ ഒറ്റക്കെട്ടായിട്ട്, കോളേജിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാൻ. നമ്മൾ പണ്ടൊക്കെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒത്തൊരുമയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ ഏത് ഡയറക്ഷനിലും വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് നന്മകൾ ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാവിധ ഭാവുകങ്ങളും അലുമിനി അസോസിയേഷന് വേണ്ടി ഞാൻ നേരുകയാണ്. അപ്പോൾ KKTM കോളേജിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് ചേർന്ന് വിഘടിച്ച് പോകാണ്ട് ഒരുമിച്ച് നിന്നാൽ അതിൻ്റെ ഗുണം കോളേജിനാണ് കിട്ടുക. കോളേജിൻ്റെ പേര് നമ്മൾ വാനോളം ഉയർത്താൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ഒരു പുസ്തക പ്രകാശനം ദുബായിൽ വെച്ച് കഴിഞ്ഞ ഷാർജ ഫെസ്റ്റിവലിൽ ചെയ്തിരുന്നു. അതിനു വേണ്ടി എനിക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്ന UAE അലുമിനി ചാപ്റ്റർ, പേര് പറയാൻ എല്ലാവർക്കും ഞാൻ, അവിടുത്തെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ആരെയും പേര് പറഞ്ഞില്ല, വളരെയധികം എന്നെ പരിചയമില്ലാത്തവർ പോലും എന്നെ അന്ന് ഹെൽപ്പ് ചെയ്ത് ആ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു.
അവർക്കും കൂടി ഈ അവസരത്തിൽ ഞാനൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ കോളേജിലെ എല്ലാവർക്കും, അലുമിനി അസോസിയേഷനും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോടൊക്കെ നന്ദി പറയണേ. നന്ദി, നമസ്കാരം.